ഒരു കുട്ടി സംരംഭം വന്നേക്കണു. എന്താ എന്റെ അടുത്തുള്ളത്? ചായ. ചായ ചായ എന്തിനാ വെക്കണേ? പെരയിലെ ചെലവിന്. അപ്പൊ ഇയാണ് പെരയിലെ ചെലവ് വെക്കണത്? വേറെ ആരുല്ലേ? പിന്നെ ആരും വീട്ടിലുള്ളത്? ഇമ്മണ്ട്. ഉമ്മാക്ക് സുഖല്ല. അപ്പൊ നിങ്ങളെ ചെലവിന് പിന്നെ സ്കൂളിൽ വന്നിട്ട് ചായ ഇവിടെ ചായപാത്രം ഇവിടെ ഈ ചായപാത്രം. ഓക്കെ, ഇന്ന് എത്ര ചായ വിറ്റു? 5 വിറ്റു. ഇപ്പൊ രാത്രി 9:20 അല്ലെ? എപ്പോ വന്നാ? 2 മണിക്ക് വന്നിട്ട് 5 ചായ വിറ്റുള്ളൂ. അപ്പൊ എന്റെ അടുത്ത് ആരും ചായ വാങ്ങണില്ലേ? എന്താ ആരും ചായ വാങ്ങണില്ല? എന്താ വാങ്ങത്ത്? അറിയില്ല. എവിടേക്ക് ചായ? പെരുന്തൽമണ്ണ എവിടേക്ക് പോയത്? ബൈപ്പാസ് ഫുള്ള് പോയി. എന്നിട്ട് ഇവിടുന്ന് ചായ വാങ്ങിയിട്ടില്ല. ഇനി എത്ര ചായ ബാക്കിണ്ട്? ആകെ 5 വിറ്റിട്ടുള്ളൂ. എത്ര? 5 വിറ്റ് എത്ര? ഇനി 16 ബാക്കിയുണ്ട്. അതെങ്ങനെ കച്ചവടം? അപ്പൊ രാത്രി 9:20 ഇനിയിപ്പോ ആരെയും ചായ കുടിക്കുവോ? അപ്പൊ എന്ത് ചെയ്യും? കച്ചവടം ഇല്ലെങ്കിൽ പെരിയ പോണം. അപ്പൊ നഷ്ടാവൂലേ? പാലും പോയി പഞ്ചസാരം പോയി. അപ്പൊ നഷ്ടമായി ഇന്നത്തെ ചായ കച്ചവടം. നമ്മളിപ്പോൾ കണ്ട ആ വീഡിയോയിലെ ആ ചായ കച്ചവടം ചെയ്ത് നമ്മുടെയൊക്കെ മനസ്സും കണ്ണുമൊക്കെ നിറച്ച ആ പയ്യനാണിപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. തവസുൽ ഹുസൈൻ അല്ലേ? പെരിന്തൽമണ്ണ ബൈപ്പാസിലായിരുന്നു അന്ന് രാത്രി ചായ കച്ചവടം നടത്തിയിരുന്നത്. ഒരു യൂട്യൂബർ ആ വീഡിയോ എടുത്തു. അത് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. അവൻ്റെ വിഷമങ്ങളൊക്കെ സമൂഹം ഏറ്റെടുത്തു. ഇന്നിപ്പോൾ അവനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് പെരിന്തൽമണ്ണയും മലപ്പുറവും ഒക്കെ. ഒരുപാട് ആളുകൾ അവന് പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അസം സ്വദേശിയാണ്. നേരത്തെ മഞ്ചേരിയിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടുന്ന് അവൻ്റെ ഉപ്പ മരണപ്പെട്ടതിനെ തുടർന്നാണ് പെരിന്തൽമണ്ണയിലേക്ക് വരുന്നത്. ഒരു ഉമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഉമ്മയ്ക്ക് അസുഖമാണ്. ഉമ്മയെ നോക്കാനും ഒക്കെ ആയിട്ടാണ് അവൻ ചായ കച്ചവടവുമായിട്ട് രാത്രി സ്കൂൾ വിട്ട് വന്നതിന് ശേഷം രാത്രി നഗരത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ആ വീഡിയോ വന്നതിന് ശേഷം അവനെ സമൂഹം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അവന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇപ്പം നഗരസഭയും അതോടൊപ്പം തന്നെ MLA ഒക്കെ ചെയ്തു നൽകാമെന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുന്നു. അതിന് മുൻപ് തന്നെ സ്കൂള് അവനെ ചേർത്ത് നിർത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. പെരിന്തൽമണ്ണ ബോയ്സ് സ്കൂളിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഇപ്പം ഇപ്പം എങ്ങനെയുണ്ട്? ആളുകൾക്ക് വിളിക്കുന്നുണ്ടോ? ചില ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഇനിയിപ്പം സന്തോഷമാണ് ഇപ്പോൾ അല്ലേ? ഇപ്പൊ ഈ ബോയ്സ് സ്കൂളിൽ ചേർന്നിട്ട് എത്രയായി? 3 മാസമായിട്ടുണ്ടാവും. 3 മാസമായി അല്ലേ? നന്നായിട്ട് മലയാളമൊക്കെ പറയുന്നുണ്ടല്ലോ. എങ്ങനെ മലയാളം പഠിച്ചേ? അത് ഇപ്പാക്ക് മലയാളം ഫുൾ അറിഞ്ഞില്ല. അപ്പൊ ഇപ്പ കുറച്ചൊക്കെ പഠിപ്പിച്ചാന്ന് സ്കൂളിൽ നിന്ന് പഠിച്ചു. അതെ അല്ലേ? ഉപ്പ മരിച്ചതിന്റെ ശേഷം അങ്ങോട്ട് വരുന്നത് അല്ലേ? ഇവിടെ അമ്മായി ഉണ്ടായിരുന്നു. അമ്മായി പോയി. അമ്മായിയാണ് അങ്ങോട്ട് കൂടുന്നത്? അമ്മായി ഉണ്ടായിട്ട് വന്നിയോ. എപ്പോഴായിരുന്നു ചായ കച്ചവടത്തിന് ഇറങ്ങി? സ്കൂൾ വിട്ടു പോയിട്ടാണോ? എപ്പോഴായിരുന്നു? 4:30 വൈകുന്നേരം സ്കൂൾ വിട്ടു പോയിട്ടല്ലേ? അങ്ങനെ ചായ ചെയ്തിട്ടായിരുന്നു നമ്മൾ പൈസ കണ്ടെത്തിയിരുന്നത് അല്ലേ? ഉമ്മാനൊക്കെ ഇപ്പൊ കുറച്ചൊക്കെ സുഖമുണ്ട്. ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാനൊക്കെ ആയിട്ടായിരുന്നു. ഇങ്ങനെ പൈസക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ചായ കച്ചവടമൊക്കെ ചെയ്തിരുന്നല്ലേ? അതെ അല്ലേ? ഇപ്പൊ ഇങ്ങനെ മലപ്പുറം ഇഷ്ടമാണോ? കേരളം ഇഷ്ടമാണ്. ഇവിടെ നിൽക്കാനാണ് താല്പര്യം. ഇനി അസമിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല, ഇവിടെ തന്നെ പഠിക്കും അല്ലേ? നന്നായി പഠിക്കും അല്ലേ? ഏതായാലും ആ വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് ആളുകളാണ് ഇവനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നജീബ് കാന്തപുരം MLA ആണ്. അദ്ദേഹം ഇവൻ്റെ വിദ്യാഭ്യാസ ചെലവുകൾ മുഴുവൻ ഏറ്റെടുത്തു എന്നുള്ളതാണ്. നമ്മളിവനെ ചേർത്തെടുത്തുകയാണല്ലേ? അല്ല, നമ്മളിപ്പോൾ പ്രത്യേകിച്ചും ഹുസൈൻ നമ്മളൊരു കുട്ടിയായി മാറി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പെരിന്തൽമണ്ണയുടെ കുട്ടിയാണ് അവന്. നമ്മളെല്ലാവരും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളൊരു നാടിൻ്റെ ഒരു നന്മയാണ്. ഒരു നാട് അറിഞ്ഞ് ഒരു കുട്ടിയുടെ ഒരു സങ്കടം വന്നപ്പോൾ ഈ നാട് മുഴുവൻ വേദനിച്ചു എന്നുള്ളതും ആ നാട് മുഴുവനും ആ സന്തോഷത്തോടെ ആ കുട്ടിയുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്നുള്ളതും വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ രാഷ്ട്രീയമോ മതമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ആലോചനകളൊന്നുമില്ല. എല്ലാവർക്കും ഒരേ വികാരമായിട്ടൊരു കുഞ്ഞ് എന്നുള്ളൊരു വികാരത്തിലേക്ക് ഒരു നാട് ഉണരുന്ന മനോഹരമായ കാഴ്ച നമ്മൾ കാണേണ്ടായി. പക്ഷേ എനിക്ക് ഇതിൽ പ്രധാനമായിട്ടും തോന്നുന്നൊരു കാര്യം, നമ്മളിപ്പോൾ തവസുൽ ഹുസൈൻ്റെ കയ്യിൽ കുറേ പൈസ കൊടുക്കലല്ല നമ്മൾ ഉദ്ദേശം. കാരണം അവന് ആ ആവശ്യമില്ല. അത് ചിലപ്പോൾ അവന് ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, തവസുൽ ഹുസൈൻ്റെ പേരിൽ യാതൊരു തരത്തിലുള്ള പണപ്പിരിവും നടത്തരുത് എന്നുള്ളതാണ്. അതിൻ്റെ ആവശ്യമില്ല. പ്രത്യേകിച്ചും 2 കാര്യങ്ങളാണ് ഇപ്പോൾ ആവശ്യമുള്ളത്. അവന് താമസിക്കാനൊരു സൗകര്യമുള്ള സ്ഥലം വേണം. അപ്പം അതിന് നമ്മളിപ്പോൾ പെരിന്തൽമണ്ണയിൽ തന്നെ ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്.
ഒരു ഫ്ലാറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. അവിടേക്ക് താമസിക്കാൻ സൗകര്യപ്രദമാണെങ്കിൽ തവസിലും കൂടി നോക്കിയിട്ട് നമുക്ക് അവിടെ ഓക്കെ ആണെങ്കിൽ അവനെ ഉമ്മനെ അങ്ങോട്ട് മാറ്റണം എന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങളതിൻ്റെ ഭാഗമായിട്ട് ഒരാളായിട്ട് സംസാരിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം അവൻ്റെ ഒരു ചെലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി അവന് നേരത്തെ മീഡിയനോട് അവൻ തന്നെ പറഞ്ഞ പോലെ ഇനി അങ്ങ് കച്ചവടം ചെയ്യേണ്ട എന്ന് ഞങ്ങളെല്ലാവരോടും തീരുമാനിച്ചിട്ടുണ്ട്. അവൻ കച്ചവടത്തിന് പോകേണ്ടതില്ല. കാരണം അവനെ കുറച്ചുകൂടി പഠനത്തിൽ ശ്രദ്ധിച്ച് അവനൊരു താങ്ങായിട്ട് നമുക്ക് ഒരു പഠന കാര്യത്തിലും അവൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും, വിദ്യാഭ്യാസത്തിന് വലിയ ചിലവുള്ള വിദ്യാഭ്യാസമൊന്നും അല്ലല്ലോ. നമ്മളൊരു സാധാരണ സ്കൂളിലാണ്. അതിൻ്റെ കൂടെ അവനൊരു ട്യൂഷനും കൂടെ നമ്മളിപ്പോൾ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാളം ഒക്കെ ഒന്ന് പഠിച്ചെടുക്കാം, അവന്ന് സെറ്റാക്കണം. പിന്നെ അവൻ പെട്ടെന്ന് പഠിച്ചോളേ. അവന് 3.5 മാസം കൊണ്ട് ഇത്ര ഭംഗിയായിട്ട് മലയാളം സംസാരിക്കുന്നിടത്തേക്ക് വളർന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അവനിൽ വലിയ പ്രതീക്ഷയുണ്ട്. കാരണം ഒന്ന് ഹീസ് വെരി ടാലൻറ്റ്. അപ്പോൾ ആ ടാലൻ്റ് ഉള്ളൊരു കുട്ടിയാണ്, കപ്പാസിറ്റി ഉള്ളൊരു കുട്ടിയാണ്, അവന് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവൻ്റെ ഒരു ആ തരത്തിൽ അവനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഇപ്പോൾ അനീസ് ഇപ്പോൾ ഇവിടെയുണ്ട്, മൻസൂർ ഇവിടെയുണ്ട്, ഇപ്പോൾ നമ്മളെല്ലാവരും പിന്നെ ചർച്ച ചെയ്യുന്നൊരു കാര്യം, നമുക്ക് ആ കുട്ടി ഒരു നന്നായിട്ട് ഇവിടെ പഠിക്കണം, നന്നായി ഇവിടെ നിൽക്കണം. അപ്പോൾ അവന് ഇനി അവൻ്റെ ഉമ്മയുടെ രോഗം, ചികിത്സ, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രാഥമികമായിട്ടുള്ള ചിലവുകളൊക്കെ നമ്മൾ തന്നെ വഹിച്ചിട്ട് നമുക്കതൊരു പുറത്തുനിന്ന് പിരിവ് വേണ്ട, ഹുസൈൻ്റെ ആവശ്യത്തിനൊരു പിരിവ് വേണ്ട എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും നന്നാവാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് അത് ഞങ്ങൾക്ക് തന്നെ ഏറ്റെടുക്കാവുന്നതേ ഉള്ളൂ, അത്ര വലിയൊരു കാര്യമല്ല. അതുപോലെ ഇപ്പം വേറൊരു കാര്യം, ഈ നാട് മുഴുവനും അവനൊരുപാട് സഹായ വാഗ്ദാനം ചെയ്തു. ഇപ്പം ഞാൻ വരുമ്പോൾ നമ്മളെ പൂപ്പലം യത്തീംഖാന സ്കൂളുണ്ട്, അവിടുത്തെ കുട്ടികൾ വിളിച്ച് അവനൊരു ചെറിയൊരു ഗിഫ്റ്റായിട്ട് ഒരു ചെറിയ പൈസ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആരോടും ഞങ്ങൾ പറയുന്നത് ഇനി പൈസ അവന് വേണ്ടി പിരിക്കരുത് എന്നാണ്. ഏതായാലും അതടക്കം അവൻ്റെ പിന്നെ ഉമ്മാക്കുള്ള ചികിത്സക്കോ മറ്റു കാര്യങ്ങൾക്കോ നമുക്ക് എടുക്കാം. പിന്നെ അവന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ദിവസം ഞങ്ങൾ പോയിട്ട് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ്. പക്ഷേ ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഒരു ഇമോഷണൽ സപ്പോർട്ടാണ് അവനിപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. നമ്മളെ കുട്ടികൾക്കിടയിൽ ഒരു മോഡലായി, ഒരു പൊരുതുന്ന കുട്ടികൾക്കുള്ള ഒരു ആത്മവിശ്വാസമായിട്ട് അവൻ വളരട്ടെ. അപ്പോൾ ആ നിലയിൽ അവൻ മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഈ നാടുണ്ടാവും, ഞങ്ങളെല്ലാവരും ഉണ്ടാവും. അങ്ങനെ നമുക്ക് അവനെ ഉഷാറായിട്ട് വളർത്തിക്കൊണ്ടുവരണം. അവൻ നന്നായിട്ട് മിടുക്കനാണ്. ആ മേഖലയിൽ അവനെ ഒന്നുകൂടി നമ്മളൊന്ന് ചെറുതായിട്ട് സഹായിച്ചു കൊടുത്താൽ അവൻ ഉഷാറായിട്ട് വളരും. ഇപ്പോൾ നഗരസഭയുടെ ഭാഗമായിട്ട് ഞാൻ ചെയർമാനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഒരു മന്ത്ലി ഒരു ഫുഡ് കിറ്റ് അവരുടെ ഭാഗമായിട്ട് കൊടുക്കാം എന്നൊരാലോചന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് തീർച്ചയായിട്ടും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ താമസവും കാര്യങ്ങളും ഈ ആഴ്ചയിൽ തന്നെ അവനൊരു സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറ്റാനുള്ള സംവിധാനങ്ങളാക്കിയിട്ടുണ്ട്. ബാക്കിയൊക്കെ അതിൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നഗരസഭയും ഇക്കാര്യത്തിൽ ഇവന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട്. നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൻസൂർ ഇപ്പോൾ ചേരുന്നുണ്ട്. നഗരസഭയും ചേർത്ത് നിർത്തിയാണ് അവനല്ലേ? അതെ, നഗരസഭ കൃത്യമായിട്ട് ചേർത്ത് നിർത്തിയിട്ടില്ല. ചെയർമാൻ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയാണ്. ഞങ്ങൾക്ക് നഗരസഭയ്ക്കുള്ള ലൈഫ് മിഷൻ്റെ ഒരു ഫ്ലാറ്റാണ് ഇവിടെ നിലവിലില്ല. അതേപോലെ കാഞ്ഞിരക്കുന്ന് 12ഓളം ഫ്ലാറ്റുകൾ നിലവിലുണ്ട്. അതിലിപ്പോൾ ഒരു ഫ്ലാറ്റ് ഒഴിഞ്ഞിട്ടുണ്ട്. ആ ഫ്ലാറ്റ് കൊടുക്കാൻ നഗരസഭ തയ്യാറാണ്. അപ്പോൾ ഇന്നലത്തെ ചർച്ചയിൽ ചെയർമാൻ പറഞ്ഞത് ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇവിടെ ഒരാൾ വന്നാൽ പെരിന്തൽമണ്ണ എങ്ങനെ ഏറ്റെടുക്കാൻ പറ്റുന്നതിലെ ഉദാഹരണമാണ്. കക്ഷി രാഷ്ട്രീയ ജാതി മലപ്പുറം ജില്ലയിൽ ഒരിക്കലും പൊതുവെ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ MLA പറഞ്ഞ മാതിരി ഒരു കക്ഷി രാഷ്ട്രീയം ഇങ്ങനത്തെ വിഷയങ്ങളിലില്ല. ഒക്കെ കൂട്ടിപ്പൊടിച്ച് കൂടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ തീരുമാനങ്ങൾ എടുക്കാറ്. MLAയും ചെയർമാനും തമ്മിൽ നിരന്തരം ഈ വിഷയവുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ MLA പറഞ്ഞു. അപ്പോൾ അത് കൂടിപ്പൊടിച്ച് നമ്മൾ ഒരുമിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റുക ആ രീതിയിലൊക്കെ ഹുസൈനെ സംരക്ഷിക്കും. അത് മാത്രമല്ല, വിവിധ യുവജന സംഘടനകളൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പോൾ സഹായവസ്തവുമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് അവനെ ചേർത്ത് പിടിക്കാൻ. പക്ഷെ ഇതിനൊക്കെ കാരണക്കാരനായ ഒരാളുണ്ട്. അവൻ്റെ വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ ആ വീഡിയോ ആണ് പ്രചരിച്ചത്. ആ വീഡിയോ എടുത്ത ആൾ കൂടി നമ്മോടൊപ്പം ശരിയാണ്. അദ്ദേഹം ബിസിനസ്മാനും യൂട്യൂബറുമായിട്ടുള്ള അനീസാണ്. എങ്ങനെയാണ് ഈ വീഡിയോയിലേക്ക് വരുന്നത്? ഇത് വലിയ തരത്തിലുള്ള കാര്യം. ഞാൻ പിന്നെ അൺഎക്സ്പെക്ടഡ്ലി രാത്രി 9:30 മണിക്കാണ് പെരിന്തൽമണ്ണ നിൽക്കുന്ന സമയത്താണ് എൻ്റെ വാഹനത്തിൻ്റെ ഡോറിൽ മുട്ടിയിട്ട് ഒരു പയ്യൻ വന്നൊരു ചായ വേണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാനത് ഈ രാത്രി 9:30 മണിക്കൊരു ബാലൻ
ചായ വെക്കുന്ന ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരോട് ചോദിച്ചത് എന്താണ് സംഭവം, എവിടെയാണ് വീട്, കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് ഇവ വളരെ വിഷമിപ്പിക്കുന്ന കുറേ കാര്യം പറഞ്ഞു. ഉപ്പ മരണപ്പെട്ടു, ഉമ്മാന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ചായ കച്ചവടം ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നി. അങ്ങനെയാണ് ഞാനൊരു വീഡിയോ ആയിട്ടത് രണ്ടാമത് പറഞ്ഞിട്ട് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇതൊന്നുകൂടി നീ പറയണമെന്ന് പറഞ്ഞിട്ട് ഇത് പുറം ലോകം അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ഞാൻ പിന്നെ കൊണ്ട് കാര്യങ്ങൾ ചോദിച്ചു, വീണ്ടും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിലൂടെ ഒരു കുടുംബം രക്ഷപ്പെട്ടു എന്നുള്ളതിൽ വളരെയധികം സന്തോഷം. പിന്നെ ഇതിനകത്തുള്ള ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് ഹുസൈൻ്റെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പർ എനിക്ക് സ്ഥിരം മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്, ഗൂഗിൾ പേ നമ്പറിൽ അക്കൗണ്ട് നമ്പർ ഹൈഡ് ചെയ്ത് വെക്കുകയാണെന്നുള്ള രീതിയാണ് ഇപ്പോൾ പല ടോക്കും പോകുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യൻ്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ വലിയൊരു ഭീമമായിട്ടുള്ള തുക വന്നു കഴിഞ്ഞാൽ അത് അവൻ്റെ രീതിയിലൊക്കെ അവന് ഭീഷണി വരാനുള്ള ബാധിക്കും. മാത്രമല്ല അത് തട്ടിക്കൊണ്ടുപോകാൻ മറ്റുള്ള ടീമിന് പിന്നെ ആ രീതിക്ക് വരെ പോകാനുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ടാണ് അവൻ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പർ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഔട്ട് ചെയ്യാത്തത്. അവന് അത്യാവശ്യം വേണ്ട ഷെൽട്ടർ, ഭക്ഷണം, നല്ല വസ്ത്രം, അങ്ങനത്തെ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട MLA നഗരസഭയും ഏറ്റെടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം സന്തോഷം. നമ്മളൊരു വീഡിയോയിൽ പിന്നെ നിങ്ങൾ സമൂഹം അത് ഏറ്റെടുത്തതിന് വളരെയധികം സന്തോഷം. തഫ്സീൽ ഹുസൈൻ്റെ ക്ലാസ് ടീച്ചർ കൂടി നമ്മുടെ ക്ലാസ് ടീച്ചർ കൂടി നമ്മളൊപ്പം ശരിയാണ്. ടീച്ചറുടെ പേരെന്താ? ദീപ അല്ലേ? പഠിക്കാനൊക്കെ എങ്ങനെയാണ്? അവന് കാരണം കുറേ നാളായിട്ട് സ്കൂളിൽ പോവാത്തത് കൊണ്ട് അവന് എഴുതാനൊക്കെ അറിയാഴികയുണ്ട്. പക്ഷെ ഞങ്ങളെല്ലാ ലെറ്റേഴ്സൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്, ഇംഗ്ലീഷിലാണേലും അതേപോലെ തന്നെ മലയാളത്തിന്റെ ടീച്ചർ എഴുതി കൊടുക്കുന്നുണ്ട്. അതൊക്കെ കൃത്യമായി എഴുതി വരും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവനത് മറന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്താണേലും നമ്മൾ എഴുതാൻ കൊടുക്കുന്നൊക്കെ കൃത്യമായിട്ട് എഴുതുന്നുണ്ട്, ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്, പഠിക്കാൻ താല്പര്യമുണ്ട്. ഇത്രയും കാര്യം ചെയ്യും. മലയാളമൊക്കെ സംസാരിക്കുന്നുണ്ട്, സംസാരിക്കും, മലയാളം നന്നായി സംസാരിക്കും. എഴുതാൻ അവന് അക്ഷരങ്ങൾ അത്ര ഇതില്ല, കാരണം ആസാമിൽ നിന്ന് വന്നതുകൊണ്ടാന്ന് തോന്നുന്നു, അത് അറിയില്ല. അപ്പൊ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് നമ്മള് അതെ, ക്ലാസ്സിൽ ഞങ്ങൾ പ്രത്യേകമായിട്ട് അവന് എഴുതി കൊടുത്തു വിടുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് അവന് സെപ്പറേറ്റ് ആയിട്ട് നോട്ട്ബുക്കിൽ എഴുതി കൊടുത്തു വിടുന്നു. ക്യാച്ച് ചെയ്ത് ക്യാച്ച് ചെയ്ത് വരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ കുറെ കാലം സ്കൂളിൽ പോവാത്തതിന്റെ പ്രശ്നമാണ്. ഏതായാലും ഹുസൈനെ ഇനി ചായ കച്ചവടത്തിന് വിടില്ല എന്നുള്ളത് തന്നെയാണ് നഗരസഭാ ചെയർമാനും MLA ഉൾപ്പെടെയുള്ളവർ, ഈ നാട് ഒരുമിച്ച് പറയുന്നത്. അത് അങ്ങനെ തന്നെയാണ്. എല്ലാ കാലത്തും ചേർത്ത് പിടിച്ചിട്ടുള്ളവരാണ് മലപ്പുറത്തുകാർ. അതിൻ്റെ ഒരു അവസാനത്തെ ഉദാഹരണമാണ് ഹുസൈനെ ചേർത്ത് പിടിക്കുന്നുള്ള. ഇനി ഒരിക്കലും അവന് ചായ വിൽക്കേണ്ടി വരില്ല. നന്നായി പഠിക്കാം, ഉമ്മയെ നോക്കാനും മറ്റു കാര്യങ്ങളൊക്കെ സമൂഹം അവന് വേണ്ടി ചെയ്തു കൊടുക്കുന്നുള്ളതാണ്. താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിലാകും. അത് നഗരസഭയും MLA ഒക്കെ ഇടപെട്ടുകൊണ്ട് തന്നെ അതിനകത്ത് വളരെ പെട്ടെന്ന് തന്നെ തീരുമാനം, അവൻ എവിടെയാണ് താമസിക്കേണ്ടത് അവിടെ താമസിക്കാനുള്ള സംവിധാനം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇനി നന്നായി പഠിക്കൂലേ? നന്നായി പഠിച്ച് വലിയ ആളായി ഇവിടെ തന്നെ ഉണ്ടാവും. ഇപ്പൊ നാട്ടിലേക്ക് പോകണ്ട? ഇല്ല, നാട്ടിലേക്ക് പോവില്ല. ഇവിടെ തന്നെ ആയിരിക്കും അല്ലേ? അതെ അല്ലേ? അപ്പൊ ഇനി നന്നായി പഠിച്ച് ഉമ്മയൊക്കെ നോക്കി ഇവിടെ തന്നെ ഉണ്ടാവും അല്ലേ? ഏതായാലും ഹുസൈനെ നമ്മളെല്ലാവരും ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. പെരിന്തൽമണ്ണയിൽ നിന്ന് അൻരൂപ് ചീക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ.